പിന്നെയും ചെരുപ്പ് കൂട്ടിയോ? ഞാൻ വേണ്ട വേണ്ട, ഞാൻ എടുക്കാമെന്ന്. പോയട്ടെ പോയട്ടെ. ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ മാഷേ? മാറ്റിയേ, മാസാമാസം ചെരുപ്പ് മാറ്റിയേ. ഇത് പുതിയതാട്ടോ. പുതിയതോ? ഇതോ 8 മാസം മുമ്പല്ലേ? ഈ പുക കടന്ന് ഞാൻ ചാവും. ഇവർക്കൊരു ഗ്യാസ് വാങ്ങി തന്നാൽ എന്താ? ഇന്നലെ വീട്ടിൽ കൊണ്ടുപോയി ചെറുപയറിലെ പുഴു ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നടാ, ഒരു ചൊറിയൻ പുഴു. നിന്റെ പോലെ അധികം വെള്ളത്തിലെടുത്താല് നിന്റെ അടക്കമണി മുറിച്ച് പയറിലിട്ട് വേവിക്കും ഞാൻ. കളിക്കാൻ നിൽക്കാച്ചക്കന്മാര്. റെഡി ആയല്ലേ? എവിടെ മാഷേ? ഇത് കണ്ടില്ലേ? ഇതിടന് ഇനി പണി കുറേണ്ട്. സൂക്ഷിച്ചു. നമസ്തേ മാഷേ. നമസ്തേ നമസ്തേ മാഷേ. എന്താ ഇവിടെ? കേറ് കേറ്. അല്ല, ഇന്നിപ്പോ എത്രയാണ്? ഇന്ന് ജനുവരി 9 തിങ്കളാഴ്ച. അയ്യോ, മാഷോടല്ല, ഞാൻ ഹെഡ് മാഷോടാ. അല്ല മാഷേ, ഇന്ന് കഞ്ഞിക്ക് എത്ര അരി ഇടണം? മാഷന്മാരാരേലും ലീവ് ഉണ്ടോ? മാഷന്മാരുടെ എണ്ണോ അല്ലല്ലോ നോക്കേണ്ടത്, കുട്ടികളുടെ അല്ലേ. അതനുസരിച്ച് എത്ര അയച്ചാ ഇട്ടോ? ഇട്ടു. ആരിട്ടു? അരി ഇടാൻ പോണല്ലോ. ഞാൻ നിങ്ങളോടല്ല, ദാ മാഷെ വാറിട്ടു. എന്തൊരു കഷ്ടാത്. അല്ല മാഷേ, എത്ര ഇടണ്ടെന്ന് പറഞ്ഞില്ല. എത്ര അയച്ചാ ഇട്ടോ? വെക്കുന്ന കഞ്ഞി വേസ്റ്റ് ആകരുത്, തികയാതെയും വരരുത്. പൊക്കോ, ആ ക്ലാസ്സിൽ കയറുക കയറുക. ഇത് എന്തൊരു കണക്കാ? കുരുവിള മാഷേ, മാഷേ ബില്ല് റെഡി ആയിട്ടുണ്ട്. DO ഓഫീസ് വരെ ഒന്ന് ഞായറാഴ്ച കൂടി ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഞാൻ കാര്യത്തിൽ പറഞ്ഞു കൊള്ളാം. ശനി ഞായറും എല്ലാം കാണാമല്ലോ. പിന്നെ മാഷേ, അതെ, നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ഇന്ന് സംസാരിക്കാനാണ് സ്റ്റാഫ് റൂം കെട്ടിയിട്ടിരിക്കുന്നത്, മനസ്സിലായോ? അതിന് മണിയടിച്ചിട്ടില്ലല്ലോ മാഷെ. ഇത്രയൊക്കെ മണിയടിച്ചാ പോരെ ടീച്ചറെ? പോടാ, പഠിച്ചാ മതി, പഠിപ്പിക്കണോ പറഞ്ഞേക്കാം. പറയും പോലെ മണി അടിച്ചില്ല. ഈ ബാലനെ എവിടെ പോയി കിടക്കുക? ബാലനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടതാണല്ലോ. ലേറ്റിട്ട് വരും. ഹലോ ഹലോ ഹലോ, സമയത്തിന് എത്താൻ പറ്റുന്നോ തോന്നുന്നില്ല. ഒരു മണ്ട വാച്ചും. ചേട്ടാ, സമയം നല്ല സമയം. ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വരൂ. അതെ, ഞാൻ സാധാ സമയമാണ് ചോദിച്ചത്. സാധാ സമയം പറയാ, തന്റെ സമയം പറയാ. വരൂന്നേ, അവിടെ ഇരിക്കാം. ഒന്ന് നിക്കടോ. നല്ലൊരു കോളായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. നിന്റെ സമയം ശരിയല്ലെന്നാ തോന്നുന്നേ. ചേട്ടാ, ഒരു അടിക്കേട്ടാ, അടിക്കും. അടിച്ചല്ലേ പെടിച്ചേനെ. ചേട്ടാ, ചേട്ടൻ ഭാഗ്യമുള്ളത് കൊണ്ടാണ് വണ്ടി അടിക്കാൻ. ഞാൻ തന്നെ ഇരുന്നിട്ടാ ജീവിക്കുന്നത്. എന്നെ തോൽക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ശമ്പള വർധനയാണല്ലോ നമ്മളെല്ലാവരും സമരം ചെയ്ത്. അത് ഈ പങ്കെടുക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ? എന്നാലും വല്ലാത്തൊരു സമരമായി പോയി. സ്കൂളിൽ കൊണ്ടുവന്ന് നായക്കരണ പൊടി വിതറാന്നൊക്കെ പറഞ്ഞാല്. എന്നാലും നമ്മൾ അധ്യാപകരല്ലേ ടീച്ചറെ, ആ ബോധമെങ്കിലും നമുക്ക് വേണ്ടതായിരുന്നു. അത് വളരെ ശരിയാ ടീച്ചർ പറഞ്ഞു. സ്കൂളിൽ കൊണ്ടുവന്ന് നായക്കുറഞ്ഞ പൊടി വെതരാന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. വേറെ സ്റ്റാൻഡേർഡിൽ എത്ര പൊടി ഇല്ലായിരുന്നു. എന്താ ഇവിടെ ചന്തയാന്നോ? ക്ലാസ് തുടങ്ങണ്ടേ? മണി 10 ആവാറായി. ആരെങ്കിലും ഒരാൾ പോയി ആ മണിയൊന്നും അടിക്കേ. മണി അടിച്ചാലും കുറ്റം, അടിച്ചില്ലെങ്കിലും കുറ്റം. എന്താ ടീച്ചറെ? എന്താ എന്താ എന്റെ നമ്പ്യാര് മാഷേ, എടുക്കുന്ന പണിക്കുള്ള ശമ്പളം തന്നെ കിട്ടുന്നില്ല നേരെ ചൊവ്വേ. ഇനിയിപ്പൊ പ്യൂണിന്റെ പണി കൂടി ചെയ്യണോ ഞങ്ങള്? വേണ്ടായേ. ശമ്പളം 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 വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്കൂളിന്റെ പരിസരത്ത് പോലും വരില്ല ഒരാളും. അനുസരണാശീലമില്ലാത്ത വർഗം. കഴിഞ്ഞോ? എന്ത്? ഇത് വിഴുങ്ങി കഴിഞ്ഞോന്ന് സദാസമയം മുട്ടി ഉരുമി നിന്നോണം. അവിടെ എന്തോ ട്യൂഷൻ എടുക്കുകയെന്നോ? സാർ ഓഫീസിലോട്ട് വരണം. ഈ മാഷക്ക് എപ്പോഴും ഒരു ചൊറിച്ചില. ബാലൻ സമയത്തിന് വരികയും ചെയ്യും, ബെല്ലടിക്കുകയും ചെയ്യും. ആരും പോണ്ട. എന്റെ ഒരു ഗതികേടേ. ഹെഡ് മാസ്റ്ററാണ് പോലും, പണി പിയൂണിന്റെ.
എത്തിയല്ലോ, സന്തോഷായി. ദാഹിച്ചോ? പോയി വെള്ളം കുടിച്ചോളൂ. എന്തേ ക്ലാസ്സിൽ കയറാറായില്ലേ? പൊക്കോളൂ, കേറി പൊക്കോളൂ. എന്തിനാണോ തന്നെയൊക്കെ ഇവിടെ? ദൈവമേ നിറയുന്നു നിൻ സ്നേഹമെന്നും പൂവിലും പുൽക്കൊടിയിലും പാരിലും പരമാണു പൊരുളിലും പ്രാണന്റെ ചൈതന്യ ബിന്ദുവും നീയല്ലോ. ബുദ്ധിയും യുക്തിയും ശക്തിയുമേകണേ സർഗസൗന്ദര്യ ദീപമേ. പരമപ്രകാശം പരത്തണേ ഇരുൾ മൂടും ഹൃത്തിൽ നിറയണമേ. അക്ഷരത്തിരിയായി തെളിയണമേ നീ കരുണാസാഗരമേ. അവിടെ വന്നേ. ഇയാൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 10 വർഷവും 4 മാസവും 21 ദിവസമായി. ഇനിയിപ്പോ സമയം മണിക്കൂറങ്ങ് പറയണം മാഷേ. ചോദിച്ചാൽ തർക്കത്തിലേ ഉള്ളൂ. എടോ, ഈ 10 വർഷത്തിനുള്ളിൽ 10 ദിവസങ്ങളിൽ ഇവിടെ താൻ നേരത്തെ വന്നിട്ടുണ്ടോ? മാഷേ, ഞാൻ നേരത്തെ വരുന്നില്ലെങ്കിലും നേരം വൈകി ഞാൻ വരുന്നില്ലല്ലോ, അത് പോരെ. മതിയേ, സാറ് ചെന്നാട്ടെ. ചേടാ, യവനെയൊക്കെ പിടിച്ച് ജോലിക്ക് കയറ്റി വരെ വേണം പറയാൻ. സേതു, ഉറക്ക വായിച്ചു പഠിക്കാൻ പറഞ്ഞ കേക്കില്ലേ? എന്താ അനക്കൊന്നും കേക്കാത്തെ? മോനെ, കോപ്പി എഴുതി കഴിഞ്ഞു വെച്ചാ വർക്ക് ബുക്ക് ചെയ്തോട്ടോ. വായനയൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ? ഹോംവർക്ക് ചെയ്ത് കഴിയാതെ ഇന്ന് രണ്ടാളും ഉറങ്ങാന്ന് വിചാരിക്കണ്ട. സേതു, മോൾ ഉറങ്ങാതെ നോക്കണോട്ടോ. ആ ഇങ്ങനെയപ്പണ്ടായേ. പുസ്തകം കണ്ട ഈ കുട്ടികൾക്ക് എങ്ങനെയാ ഉറക്കം വരണേന്ന് യാതൊരു പിടിയുമില്ല. അതിനെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മക്കള്. അച്ഛന് കറക്കും, മക്കൾക്ക് ഉറക്കും. ഡാ, എനിക്ക് ഒരാഴ്ചയായി നിന്റെ അച്ഛൻ്റെ ഈ കറക്കം തുടങ്ങിയിട്ട്. കാലത്തുള്ള പോക്കും പാതിരാത്രിക്കുള്ള വരവും. കറക്കൊക്കെ കഴിഞ്ഞ് വരട്ടെ. ഇവിടെ ഞാനും കുട്ടികളും ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്തയില്ല. ഓ, അതിനെങ്ങനെയാ? അത്യാവശ്യ സമയത്ത് ഇതിൽ വിളിച്ചാൽ കിട്ടുമോ? ഇനിയിപ്പോൾ കിട്ടിയാൽ എടുക്കുമോ? അതല്ലേ സ്വഭാവം.